എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, കാരണം നമ്മുടെ ഇവിടെ പള്ളിപ്പെരുന്നാളായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ട്, കാത്തിരിക്കുക, വഴിയേ വരുന്നതായിരിക്കും. ഓക്കെ, എൻ്റെ കൈയൊക്കെ കണ്ട് ഞാൻ വിചാരിച്ചു പള്ളിപ്പെരുന്നാളൊക്കെ ആകുമ്പോഴേക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. ഇത് അതിന് മുന്നെടുത്തൊരു വീഡിയോ ആണ്. അയ്യോ, ക്ഷീണിച്ച് ഞാൻ എപ്പോഴേക്കും. ഓക്കെ, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സ്കിൻ കെയർ, ഒരു നൈറ്റ് ടൈമിൽ വരുന്ന എക്സ്ഫോലിയേഷനാണ്. എൻ്റെ സ്കിന്നൊക്കെ അട്ടർ ഫ്ലോപ്പായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് പുഷ്ടിപ്പെടുത്തിയൊക്കെ എടുക്കുമ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന്. ഓക്കെ, ഞാൻ റിംഗ് ലൈറ്റൊക്കെ വാങ്ങിച്ചതാണ്. ദൂരെ മാറിയൊക്കെ നിന്നിട്ട് ഞാൻ കാണിച്ചു തരുന്നു. എനിക്കിഷ്ടപ്പെട്ട് ഗൈസ്. ലൈറ്റൊക്കെ വന്ന് ആത്മസംതൃപ്തി. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് എക്സ്ഫോലിയേഷൻ, സ്കിൻ ക്ലെൻസിങ് ആണ്, എക്സ്ഫോലിയേഷനാണ് വീഡിയോ. അപ്പം ഞാൻ സ്കിൻ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്മേഡ് എന്ന് പറഞ്ഞ ഫേസ് വാഷാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് തല തിരിഞ്ഞായിരിക്കും കാണിക്കുക, അപ്പം ഞാൻ എഴുതിയൊക്കെ കാണിച്ചിട്ടിട്ടാ. ഓക്കെ, എൻ്റെ ആക്നെ പ്രോൺ സ്കിന്നാണ്. അപ്പം ഞാൻ എന്തായാലും ഫേസ് വാഷ് ഇട്ടിട്ട് ബാക്കി പറഞ്ഞുതരാം കേട്ടോ. ഞാൻ മുഖം കഴുകി വന്നു. ആക്മെഡിൻ്റെ ഫേസ് വാഷ്, ആക്മെഡിൻ്റെ ആക്നെ പ്രോൺ സ്കിന്നിനുള്ള ഫേസ് വാഷാണ് ഞാൻ ഉപയോഗിക്കുന്നത്. രാത്രിയിൽ ഞാൻ മൈക്ക് നനയണ്ടല്ലോ, അപ്പോൾ മുഖം കഴുകി വന്നിട്ട് ഐശ്വര്യമായിട്ട് മൈക്ക് വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് പോർഷൻ വോയിസ് ഓവർ കൊടുത്തത് കേട്ടോ. അപ്പോൾ എക്സ്ഫോലിയേറ്റ് ഞാൻ ജസ്റ്റ് ഫേസിലല്ല ചെയ്യുന്നത്. എനിക്ക് ഈ വരുന്ന വീക്ക് ഒരു ഫങ്ഷൻ ഉണ്ട്. അപ്പം എനിക്കിത് ഇവിടെ കണ്ടോ, ബ്ലാക്ക് ഹെഡ്സ്, കൈയുടെ ഈ ഭാഗത്ത് ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് വരുന്നുണ്ട്, രണ്ട് കയ്യിലുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ എക്സ്ഫോലിയേറ്റ് ചെയ്യുമ്പം നല്ല വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ കയ്യിലും തേക്കുന്നുണ്ട്. മുഖം നന്നായിട്ട് തുടയ്ക്കണം, ക്ലീനായിരിക്കണം. വാട്ടർ, വേറെ റെസിഡ്യൂ, നമ്മുടെ ഓയില് അങ്ങനെയൊന്നും ഉണ്ടാവരുത്. പിന്നെ കഴിയുന്നതും ഓർണമെൻറ്റ്സൊക്കെ ഊരി വയ്ക്കാൻ ശ്രമിക്കുക. മൂക്കുത്തി എക്സ്ക്യൂസബിളാണ്, എല്ലാം ഞാൻ തന്നെ പറയുന്നത് കൊണ്ട്. പിന്നെ ഓക്കെ, അപ്പോൾ നന്നായിട്ട് ജീവനുണ്ട്. നന്നായിട്ട് മുഖം തുടയ്ക്കുക. എന്നിട്ട് നമ്മളിത് ചെയ്യുന്ന സമയത്ത് മേക്ക് ഷുവർ നിങ്ങൾ ഹെയർ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ കയ്യിലും അങ്ങനെ ഓർണമെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഗോൾഡൊന്നും. ബിക്കോസ് ഇതിനൊരു സ്റ്റിക്കിനെസ് ഉണ്ട്. ഇപ്പോൾ ഹെയറിലൊക്കെ ആയിട്ട് കോണ്ടാക്റ്റ് വന്നാൽ ഇതിങ്ങനെ സ്റ്റിക്കായിട്ടിരിക്കും, ഭയങ്കര സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കെമിക്കൽ പീൽ യൂസ് ചെയ്യാം. പല പല ബ്രാൻഡിൻ്റെയൊക്കെ ഇപ്പം ഉണ്ട്. ഞാൻ പലതും ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയത് ഇതാണ്. ഇത് ഗ്ലോവെല്ലിൻ്റെ ഫേസ് പീലിംഗ് സൊല്യൂഷനാണ് എക്സ്ഫോലിയേഷന് വേണ്ടിയിട്ട്. ഇത് തേക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് പോലെ വരുന്നുണ്ട്. അപ്പോൾ അത് കുറയുന്നത് എന്നുവെച്ചാൽ വിസിബിളി കുറയുന്നത് ഞാൻ നോട്ടീസ് ചെയ്തത് ഇത് തേച്ച് തുടങ്ങിയ പിന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ഏതാ അത് നോക്കി തന്നെ സെലക്ട് ചെയ്യണം എന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ഇത് ആണ് ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, കെമിസ്റ്റഡ് പ്ലെയിൻ്റെ ഇത്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇതായി തോന്നിയത് ഈ സംഭവമാണ്. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം കൈ ക്ലീൻ ആയിരിക്കണം, കൈ നമ്മൾ ക്ലീൻ ആക്കുക. പിന്നെ ആ കൈ കൊണ്ട് ഇതിൽ തൊടരുത്. അപ്പം ഞാൻ തൊട്ടു, പക്ഷെ അങ്ങനെ തൊടാൻ പാടില്ല. ഞാൻ കൈ ഒന്നും കൂടെ തുടച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് ഈ കൈ ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ തുറക്കാൻ. ഞാൻ എങ്ങനെ തുറക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഞാൻ തുറക്കുന്നത്. എന്നിട്ട് ഇതൊരു സ്ഥലത്ത് വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതുണ്ടോ, ഇങ്ങനൊരു സൊല്യൂഷനാണ്. കാണുന്നുണ്ടോ? ഇതിങ്ങനെ, ഇത് മുറിവുള്ളെടുത്ത്, കണ്ണിൽ,
ഒന്നും ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. എനിക്ക് ഡാൻഡ്രഫ് കൂടിയിട്ടുണ്ടോ, ചെറിയ ചെറിയ കുരുക്കൾ വരുന്നുണ്ട്, ഇവിടെ ഒരു പാടുണ്ട്. ഇതിനൊക്കെ ആക്ച്വലി നല്ലതാണ്. ആഴ്ചയിൽ 1-2 ദിവസം ഇത് തേച്ചാൽ മതി. നമ്മൾ മേക്ക് ഷുവർ ഈ ടിപ്പ് നിങ്ങളുടെ സ്കിന്നിൽ ടച്ച് ചെയ്യരുത്. ഞാൻ കുറച്ചും കൂടി എടുത്തു. ഉണ്ടോ, ഇതിനൊരു സ്റ്റിക്കിനെസ് ഉണ്ട്. ദാറ്റ്സ് വൈ എനിക്കെൻ്റെ മൈക്കിന് പേടിയുണ്ട്. ഓഹ്, ഞാനൊന്ന് മിററിൽ നോക്കിയിട്ട് വരട്ടെ കേട്ടോ. മേക്ക് ഷുവർ ഇത് നിങ്ങളുടെ സ്കിന്നിൽ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. നിങ്ങളിത് ഉരച്ച് തേച്ച് അങ്ങനെയൊന്നും വേണ്ട. എക്സ്ഫോലിയേഷൻ ആണെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യരുത്. ഇതിൻ്റെ പണി എടുത്തോളും. ഇതിനൊരു 10-15 മിനിറ്റ് വെക്കുക. നിങ്ങൾ ലൈറ്റിൽ നിന്ന് ഞാൻ കുറച്ചത് മാറി നിൽക്കുകയാണ്. ബിക്കോസ് ഇത് ഫോട്ടോ സെൻസിറ്റീവ് ആണ്. നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഫോട്ടോ സെൻസിറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ എക്സ്ഫോലിയേഷൻ ഇങ്ങനെയാണ് ചെയ്യണത്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത്. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ഓഫ് ചെയ്ത് കളയാം. ആ സമയം കൊണ്ട് ഞാൻ ഇവിടെയും കൂടെ തേക്കുകയാണ് കേട്ടോ. സോ ഞാൻ കെമിസ്റ്റഡ് പ്ലെയിൻ്റെ ആണ് എടുക്കണേ. ഇത് നല്ലതാണ് കേട്ടോ, പക്ഷെ എനിക്കിത് ഫേസിൽ എനിക്ക് കുറച്ചും കൂടി മറ്റതാണ് നന്നായി. ഇതും കണ്ടോ, ഒരു റെഡിഷ് സാധനമാണ്. നമ്മൾ ഒഴിച്ചു, എന്നിട്ട് റബ്ബ് ചെയ്തു. ഒരു മുറിവുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നല്ല വേദന. ഓക്കെ, വേണ്ടോ. എനിക്ക് കുറേ നാൾ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഈ ഇടയ്ക്കാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് പോലെ വന്നു തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു നമ്മൾ വർക്കിനൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കുത്തിയിരിക്കില്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. സമയം നോക്കണം കേട്ടോ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നിട്ട്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത് ഒരുപാട് നേരം നമ്മുടെ സ്കിന്നിൽ വെക്കാൻ പാടില്ല. പൊള്ളിപ്പോകാൻ ചാൻസ് ഉണ്ട്. പൊള്ളിപ്പോകും എന്നൊന്നുമില്ല, ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി പ്രകാരം റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ അതെ, ഈ മുട്ടിൽ ഞാൻ തേച്ചു. എനിക്ക് തേക്കുമ്പോൾ കുറവുണ്ട്, പിന്നെയും വരും. അപ്പോൾ മടിയുള്ളതുകൊണ്ട് ഞാൻ ഒന്നും തേക്കൊന്നുമില്ല. മുഖത്തും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കയ്യിലും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാലിൻ്റെ മുട്ടിൽ പിഗ്മെൻറ്റേഷൻ കൂടുതലുണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാം. എന്തായാലും ഞാൻ ലൈറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ 15 മിനിറ്റ്, ഈ ഫാൻ ഇടാൻ പറ്റില്ല സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 15 മിനിറ്റ് അല്ല 12 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഫാനുണ്ട്, ഒരു മിനിറ്റ്. ഇപ്പോൾ ഫാനില്ല. ഓക്കെ, അപ്പോൾ 15 മിനിറ്റ് ഞാനിത് വെച്ചു. ഇവിടെയും ഏകദേശം അത്രയും തന്നെ ആയിട്ടുണ്ട്. ഇത് ഇന്ന് തേച്ച് നാളെ റിസൾട്ട് അറിയില്ല. ഒരു 3-4 പ്രാവശ്യം ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. മുഖത്ത് അത് എവിടെയാണെങ്കിലും അതെ. ഡെഡ് സെൽസ് റിമൂവ് ചെയ്യല്ലേ, അപ്പോൾ അത് ടേൺ ഓവർ ചെയ്ത് വരാൻ സമയമെടുക്കും. അപ്പോഴാണ് നമുക്ക് റിസൾട്ട് വിസിബിൾ ആവുള്ളൂ. ഞാൻ ഒരുപാട് കഥ പറയുന്നില്ല, കാരണം ഈ ലൈറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ. അത് ഇങ്ങനെ അടിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ പീൽ ചെയ്ത് ഇരിക്കുന്ന സമയത്ത്.
അപ്പോൾ ഞാനിത് വാഷ് ഓഫ് ചെയ്തിട്ട് വരാം. ഞാൻ ഫേസ് വാഷും ചെയ്തു, കൈയും കഴുകി കളഞ്ഞു. ഫേസ് വാഷ് ജസ്റ്റ് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി, എക്സ്ഫോലിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്. അല്ലെങ്കിൽ ഈ പീലിംഗ് സൊല്യൂഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് ഫേസ് വാഷോ സോപ്പോ അങ്ങനെയൊന്നും യൂസ് ചെയ്യണ്ട. ജസ്റ്റ് പ്ലെയിൻ വാട്ടർ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. നന്നായിട്ട് കളയണം കേട്ടോ. എന്നിട്ട് തുടയ്ക്കുക. പലരും പറയും ഇങ്ങനെ തുടയ്ക്കരുത്, ഇങ്ങനെയാണ് തുടയ്ക്കാൻ. പക്ഷെ എനിക്കിതാണ് സാറ്റിസ്ഫാക്ഷൻ. എനിക്ക് മനസ്സ് നിറഞ്ഞ് തുടച്ച് കളയണമെങ്കിൽ എനിക്കിങ്ങനെ തുടക്കണം. ഓക്കെ, ഇനി കൈ പറിക്കണം. ഞാൻ ബോഡി ടവൽ ആൻഡ് ഫേസ് ടവൽ ആൻഡ് തലയിലേക്കിട്ടുള്ള ടവൽ ഒക്കെ സെപ്പറേറ്റ് ആണ്. എനിക്ക് അങ്ങനെ തന്നെ വെക്കുന്നതാണ് നല്ലത്. ഇപ്പം നോക്കിയാൽ നിങ്ങൾക്കൊരു ഡിഫറൻസും കാണാൻ പറ്റില്ല. 2-3 പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്യണം. വെള്ളമൊക്കെ നന്നായിട്ട് പോയി. ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള, ആക്നെ ഒന്നും വരുത്താത്ത, ഒരുപാട് ഓയിൽ കണ്ടൻറ് ഇല്ലാത്ത AHA BHA ആക്റ്റീവ്സ് റെറ്റിനോൾ ഇങ്ങനത്തെ ഒരു സംഗതികളും അടങ്ങിയിട്ടില്ലാത്ത മോയ്സ്ചറൈസർ വേണം ഈ ആഫ്റ്റർ പീൽ ഒരു 2 days എങ്കിലും യൂസ് ചെയ്യാൻ. അതായത് പീലിംഗ് നമ്മളിങ്ങനെ ചെയ്തല്ലോ, എക്സ്ഫോലിയേഷൻ, അത് ചെയ്ത് കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഫോർ 2 days ഈ ആക്റ്റീവ്സ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യരുത്. റെറ്റിനോൾ, AHA BHA PHA അങ്ങനത്തെ ഒന്നും, ഈ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ടോണർ യൂസ് ചെയ്യുന്നവർ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് പ്ലെയിൻ മോയ്സ്ചറൈസർ. അപ്പം എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് തന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് തന്ന മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഞാൻ അപ്ലൈ ചെയ്തിട്ട് വരാം. മുഖത്ത് മോയ്സ്ചറൈസർ ഇട്ടു, ഒരുപാട് മാന്തുവും പിടിക്കുകയൊന്നും ചെയ്യരുത്. ഇനി ബോഡിയിൽ ഞാൻ യൂസ് ചെയ്യണത്, അല്ലെങ്കിൽ ഇന്ന് യൂസ് ചെയ്യുന്നത് ടൈറോഡിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രീമി ലോഷനാണ്. ഇത് ടാൻ മാറാനും ഒന്ന് മോയ്സ്ചറൈസ്ഡ്, കുറച്ചൊരു ക്രീമി ടെക്സ്ചറാണ്, ലോഷനാണ്, ഇച്ചിരി കട്ടിയുണ്ട്. അപ്പോൾ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ ഇത് നല്ലതാണ്. ഞാനിപ്പോൾ ഇത്ര എടുത്തത് എൻ്റെ ഈ 2 ചക്ക കൈയിലേക്ക്. ടാനൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ മാറാൻ. ഇതൊന്ന് മസാജ് ചെയ്തൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം, എന്നാലാണ് സ്കിന്നിലേക്ക് ഇറങ്ങുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ വൈറ്റ് കാസ്റ്റ് ആയിട്ടിരിക്കും. നിങ്ങൾക്ക് കാലിൻ്റെ അവിടെ ഇങ്ങനെ കുറച്ചൊരു റഫ് സ്കിൻ പോലെയോ, ഞാൻ ഈ ലൈറ്റ് തട്ടാണ്ടിരിക്കാൻ വേണ്ടി കുറച്ചിങ്ങനെ മാറി നിൽക്കുന്ന കേട്ടോ, റഫ് സ്കിൻ പോലെയോ അല്ലെങ്കിൽ മുരിമുരിപ്പ് പോലെയോ, അല്ലെങ്കിൽ അങ്ങനത്തെ വിണ്ടുകീറലിനൊന്നും തേക്കരുത്. എനിക്കൊന്നും ഭയങ്കര നീറ്റിലൊക്കെ ആയിരിക്കും. എനിക്കതിനെപ്പറ്റി അറിയില്ല. എനിക്ക് വെണ്ടുകീറലില്ലാത്തതുകൊണ്ട് ഞാനിന്ന് യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ചില സൈഡിൽ മാത്രം പിഗ്മെൻറ്റേഷൻ അങ്ങനെയൊക്കെ കാണില്ലേ കാലിൽ, അവിടെ യൂസ് ചെയ്യാം. മുട്ടിന് യൂസ് ചെയ്യാം, കാലിൻ്റെ കഴുത്തിൻ്റെ പിന്നിൽ യൂസ് ചെയ്യാം. കുളിക്കുന്നതിന് മുന്നേ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് കഴുത്തൊന്ന് വൈപ്പ് ചെയ്യാം. എന്നിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ കുളിച്ചാൽ മതി. എന്നിട്ട് കുളിച്ച് വന്നിട്ട് മോയ്സ്ചറൈസർ ഇടുക. അപ്പം ഞാൻ ദേ കയ്യിലിട്ടു, ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാര്യം. നമ്മൾ ചെയ്തത് കെമിക്കൽ പീലാണ്. ഇത് ചെയ്ത് 2 ദിവസത്തേക്ക് അത്യാവശ്യം കെയർഫുള്ളായിരിക്കണം. ലൈറ്റ് ഇങ്ങനെ തട്ടരുത്. നമ്മൾ കുറച്ചും കൂടി
ഫോട്ടോ സെൻസിറ്റീവ് ആവും. അതായത് ലൈറ്റിനോടും നമ്മുടെ സ്കിന്നിന് സെൻസിറ്റിവിറ്റി കാണിക്കും. സൺസ്ക്രീൻ മസ്റ്റാണ്. അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോഴായാലും വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഈ ക്ലിനിക്കിൽ പോയാൽ പാർലറിൽ പോയാലൊക്കെ അവർ മറ്റേ പീലിംഗ് മാസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കെമിക്കൽ പീൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ തന്നെ എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഇത് തന്നെ ഇരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡോസ് കൂടി തരിക്കും. ഇത് തന്നെ ചെയ്യുന്നത് നമുക്ക് വീട്ടിൽ ചെയ്യാം. സോ അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്തിട്ട് ചെയ്യാം. ഞാൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്താണ്. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. സിമ്പിൾ പരിപാടിയാണ്. ഞാനിപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് വന്നപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി എന്നുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകുക, നന്നായി തുടച്ചതിന് ശേഷം ഈ സാധനം യൂസ് ചെയ്യുക. ഇത് യൂസ് ചെയ്യുമ്പോൾ കൈ ക്ലീൻ ആയിരിക്കണം. ഇതിൻ്റെ ബോട്ടിലിൽ പോലും നമ്മൾ കൈ തൊടരുത്. അപ്പോൾ ഇടത്തെ കൈ കൊണ്ട് ബോട്ടിൽ തിരിക്കുക, മറ്റേ ഡ്രോപ്പർ എടുക്കുക, അപ്ലൈ ചെയ്യുക, വലത്തെ കൈ കൊണ്ട് മിക്സ് ചെയ്യുക. ജസ്റ്റ് എല്ലായിടത്തും പുരട്ടി കൊടുക്കുക. 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വേറെ എവിടെയൊക്കെ വേണോ അവിടേക്ക് തയ്ക്കാം. ഞാനിപ്പോൾ രണ്ടെണ്ണം എടുത്തു എന്നേ ഉള്ളൂ. കാരണം ഫേസിന് എനിക്ക് കുറച്ചും കൂടി ഗ്ലോബലിൻ്റെയാണ് കുറച്ചും കൂടി വർക്കായിട്ട് തോന്നിയിട്ടുള്ളത്. കെമിസ്റ്റർ പ്ലേയുടെ കയ്യിൽ ഞാൻ തയ്ച്ചത്. സോ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫേസ് വാഷോ സോപ്പോ അങ്ങനെയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യുക, ഫേസ് ഡ്രൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആക്റ്റീവ്സും കാര്യങ്ങളും റെറ്റിനോളും അങ്ങനത്തെ ഒന്നുമില്ലാത്ത ഏതെങ്കിലും ഒരു പ്ലെയിൻ മോയ്സ്ചറൈസർ, നോൺ കൊമഡോജനിക് ആയിട്ടുള്ള നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ എവിടെയാണോ പീൽ ചെയ്തിരിക്കുന്നത് അവിടെ തേക്കുക. കഴിഞ്ഞു. പ്രശ്നം ഗുരുതരം അല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് ആക്ച്വലി നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. നമ്മുടെ സ്കിന്ന് ഇങ്ങനെ ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ടേൺ ഓവർ നടക്കുന്നുണ്ട് സ്കിന്നിൽ. പുതിയ സെൽസ് വന്ന് അങ്ങനെ. ഇത് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫ്രഷ് സ്കിന്ന് നേരത്തെ വരും. അല്ലെങ്കിൽ ഡെഡ് സ്കിൻ സെൽസ് കുറച്ചും കൂടി നേരത്തെ പൊഴിഞ്ഞു പോകും. ഇതാണ് സംഭവം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്നല്ലെങ്കിൽ വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ ഇത്രേ ഉള്ളൂ. ഞാനിതിപ്പോൾ രാത്രിയാണ് ചെയ്യണം. നിങ്ങൾക്ക് രാത്രി ചെയ്യുന്നതാണ് നല്ലത്. ഇങ്ങനത്തെ പീലിങ്ങും ആക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത് കഴിവതും രാത്രിയിൽ ആഫ്റ്റർ സൺസെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം വേറെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട്.